Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ 3 തരം ഹോം മെയ്ഡ് പിസ്സാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഡോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്ന 3 പിസ്സാസ് ഒരു തിൻ ക്രസ്റ്റ് പിസ്സ, പാൻ പിസ്സ ആൻഡ് പേഴ്സണൽ പിസ്സയാണ്. ആദ്യം നമുക്ക് ഒരു 14 ഇഞ്ച് തിൻ ക്രസ്റ്റ് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള റൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഡോ എടുക്കുക. അത് നമ്മൾ കൈകൊണ്ട് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. വിശാലമായ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അതിനുശേഷം ഒന്നുകിൽ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊറാട്ടയൊക്കെ വീശി അടിക്കാൻ അറിയുന്നവരാണെങ്കിൽ അതുപോലെ ഈ പിസ്സ ഡോവിനെ നല്ല വിശാലമായി ഒന്ന് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പം 13 ഇഞ്ചസ് ഉണ്ട്. 14 ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ട്രേയിൽ വെച്ചിട്ട് അതിൻ്റെ വലുപ്പം കുറച്ച് വലുതാക്കി എടുക്കാം. ഇതിനെ ഇങ്ങനെ ഒരു കോലിലേക്ക് റോൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രേയിലിട്ടതിന് ശേഷം നമുക്ക് വിരൽ കൊണ്ട് അതൊന്ന് ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡ്സൊക്കെ. അപ്പം കുറച്ചും കൂടി അതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി വലുതാവും. അത് 14 ഇഞ്ചസായി മാറും. ഇതുപോലെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വിരൽ കൊണ്ട് തന്നെ ആക്കി കൊടുക്കുക. ഇതിനകത്ത് വേണം നമ്മൾ പിസ്സ സോസ് ഒഴിക്കാൻ. പിസ്സ സോസോ പാസ്ത സോസോ എന്ത് വേണമെന്ന് യൂസ് ചെയ്യാം. ഞാനിവിടെ പാസ്തയുടെ മറിനാര സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് അതിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഷ്രെഡ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അതിൻ്റെ എഡ്ജസിലൊന്നും സോസ് ആക്കിയിട്ടില്ല. വിരൽ കൊണ്ടാക്കിയ ബൗണ്ടറിയിൽ വെച്ചിട്ട് അത് നിർത്തി. അപ്പം കുറച്ച് ചീസ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിങ്സ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇടാം. എന്തെങ്കിലും മീറ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് കുക്ക്ഡ് ആയിരിക്കണം, കാരണം അത്ര നേരെ നമ്മളിത് വേവിക്കുന്നുള്ളൂ. ഞാനിവിടെ ടോപ്പിങ്സിന് കുറച്ച് റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കവും ബ്ലാക്ക് ഓലിവ്സും കുറച്ച് കുക്ക്ഡ് ചിക്കനുമാണ് യൂസ് ചെയ്യുന്നത്. ടോപ്പിങ്സ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് 450 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 230 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 12 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. മിക്കവാറും അത് ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം വയ്ക്കുക. എല്ലാ ടോപ്പിങ്സും ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ചീസ് വെതറിയിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പം ബേക്കിംഗ് ഷീറ്റിൽ ഇതുപോലെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് വെച്ചാൽ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്കത് സ്ലൈഡ് ചെയ്ത് എടുക്കാനും വെക്കാനും ഒക്കെ ഉപകാരമായിരിക്കും. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മുടെ തിൻ ക്രസ്റ്റ് പിസ്സ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാൻ പിസ്സ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം. പാൻ പിസ്സ ഉണ്ടാക്കുമ്പം ഉള്ള ഒരു വലിയ ഡിഫറൻസ്, നമ്മൾ ഇത് ഉണ്ടാക്കുമ്പം ചപ്പാത്തിക്കോല് യൂസ് ചെയ്യുന്നില്ല, കൈ വെച്ചിട്ട് മാത്രമാണ്. കാരണം നമുക്കിത് കുറച്ചും കൂടി ഫ്ലഫി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും കോല് വെച്ചിട്ടാക്കാതെ നടുഭാഗത്തുനിന്ന് സൈഡിലേക്കായിട്ട് വിരൽ കൊണ്ട് ഇതുപോലെ പരത്തി വലുതാക്കുക. അതിനുശേഷം കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ചെറുങ്ങനെ സ്ട്രെച്ചും ചെയ്ത് കൊടുക്കുക. കഴിയുന്നതും കോല് ചപ്പാത്തിക്കോലൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എഡ്ജസിന് കുറച്ചൊരു കട്ടിയും ഒരു ബോർഡർ പോലെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 11 ഇഞ്ചാണ് ഉള്ളത്. അപ്പം 10 to 12 ആണല്ലോ, അപ്പോൾ അതിൽ ഏകദേശം കറക്റ്റാണ്. അതിനുശേഷം നമ്മൾ വിരൽ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അത് ബബിൾസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഞാൻ ഓൾറെഡി ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാനും വെക്കാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു പിസ്സ സ്റ്റോണും പിസ്സ പാഡലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഈ ഒരു പിസ്സയിൽ ഞാനൊരു ടീസ്പൂൺ ഓലിവ് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. സോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. ഇതിന് കട്ടി കുറച്ച് മറ്റതിനേക്കാളും കൂടുതലുണ്ടെങ്കിലും ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഓലിവ് ഓയിൽ തേച്ച് കൊടുത്തത്. ബാക്കി എല്ലാ സംഗതിയും യൂഷ്വൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇഷ്ടമുള്ള സോസും ചീസും
ടോപ്പിങ്സും ഇട്ടിട്ട് നമുക്കിത് 425 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 to 10 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. 8 മിനിറ്റിന് ശേഷം അവൻ തുറന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി ബേക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റും ഒക്കെ ആയി നല്ല പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ പാൻ പിസ്സയും റെഡി. ഇനി നമുക്ക് നമ്മുടെ പേഴ്സണൽ പിസ്സ ഇതേ ഡോ വെച്ചിട്ട് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം. നമ്മൾ തന്നിരിക്കുന്ന നേരത്തെ അതേ ഡോ ഉപയോഗിച്ച് 2-3 പേഴ്സണൽ പിസ്സ ഉണ്ടാക്കാവുന്നതാണ്. കൈകൊണ്ട് തന്നെ അതിനെ പരത്തി ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് സൈസാക്കി മാറ്റുക. എന്നിട്ട് അതിനെ നേരത്തെ പോലെ തന്നെ സോസും ടോപ്പിങ്സും ഒക്കെ ഇട്ടതിന് ശേഷം ഒന്നുകിൽ ഫ്രൈയിങ് പാനിലിട്ടിട്ട് നിങ്ങൾക്ക് ഒരു 5 to 8 മിനിറ്റ് അടച്ചു വെച്ചിട്ട് അടുപ്പത്തുനിന്ന് തന്നെ കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ട് 425 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ പിസ്സ റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ 3 പിസ്സ റെസിപ്പീസും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിസ്സ ഡോവിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോൻ്റെ എൻഡിലുമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.